നമസ്കാരം. ഷംല ഇന്ന് വ്യത്യസ്തമായ ഒരു പുട്ടു ബിരിയാണിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഇൻഗ്രീഡിയൻസും പാചക രീതിയും ഒന്ന് നോക്കിയാലോ? ഞാൻ ചുമന്നുള്ളിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ മാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതാ മാം, തക്കാളി നമ്മൾ അരച്ചിട്ടാണ്, മുഴുവനായിട്ടല്ല, ഒന്ന് നമ്മൾ ഫ്രഷ് ചെയ്ത പോലെ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബീഫ് ഇട്ട് കൊടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പും നാളികേരം കൂടെ അരച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കസകസും കൂടെ അരച്ചെടുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാം. അപ്പം നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. മാമിന്ന് ടേസ്റ്റ് നോക്കണം. അല്ല, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളതിലേക്ക് സെറ്റാക്കി. മലബാറുകാരുടെ സ്പെഷ്യലാണ് പുട്ട് ബിരിയാണി, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ. നന്നായിട്ട്. അതെ അല്ലേ? താങ്ക് യു ഷംല.